ഗായ്സ്, അപ്പം നമ്മളൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കാണ്. ഞങ്ങൾ PG എക്സാം കഴിഞ്ഞു. ഇതിനിടയിൽ കുറേ ഗ്യാപ്പ് വന്നു. 1 മാസം ഒന്നും ഞാൻ ഒരു വീഡിയോ എടുത്തില്ല. ഇപ്പോൾ രണ്ടായിരുന്നു. അതാണ് ഇനി റിസൾട്ട് ഇന്ന് വരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടുമായിട്ടൊരു മീറ്റപ്പിന് വന്നതാ. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ, ബാക്കി ആരും വന്നില്ല. ഹലോ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാട്ടോ PGയിൽ. വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. PGയിൽ എനിക്ക് കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇനി ഇവള് വേറെ B.Ed പോവുക, ഞാൻ വേറെ എവിടെയോ പോവുക. നമ്മൾ കാണത്തില്ല. കാണും അപ്പൊ നമ്മൾ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് കാണും. ഹായ് ഗൈസ്, എന്തൊക്കെയുള്ള ഏത് വേണം? ചിക്കൻ്റെ എന്തൊക്കെ പറഞ്ഞു രണ്ടുപേർക്ക് കഴിക്കാവുള്ളൂ. എത്ര വേണമായിരിക്കും? ഗൈസ്, അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ മന്തി കഴിക്കാൻ വന്നേ. ഞാനല്ല കേട്ടോ പൈസ കൊടുക്കുന്ന കുട്ടിയാണ്. ഹായ് പറ. ഹലോ. എന്താ ഒരു സൈലൻസ്? എന്താ പറയണ്ട? എന്ത് പറയണ്ട? എന്തേലൊക്കെ പറ. ഇല്ലില്ല, അതൊക്കെ വരും കേട്ടോ. അത് വരും. അറ്റൻഷൻ പോലെ ഇരിക്കും. എന്ത് പറയേണ്ടത്? എന്തേലൊക്കെ പറ, എന്നെ കുറിച്ച് പറ. നീരു എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നില്ല. അതെങ്ങനെ? അതെങ്ങനെ? ഇതൊന്നിടല്ലേ, ഇതൊന്നിടല്ലേ. എന്താ ഇപ്പൊ എന്നെ നിർത്തിയേ? പറഞ്ഞോ, എന്നെ നോക്കി പറഞ്ഞു. എന്നെ നോക്കി പറഞ്ഞോ? എന്തുണ്ടെന്ന് തോന്നണ്ട. അല്ല, ഇപ്പൊ എന്താ പറയണ്ടേ? എന്തേലൊക്കെ പറയണമല്ലോ. അല്ല, ഞാനത് പറഞ്ഞോണ്ടിരുന്നതാ. മലയാളത്തിൽ നമ്മൾ എങ്ങനെ എഴുതുക? PG നമുക്ക് പറ്റില്ല എഴുതാൻ. മിസ് വെട്ടിട്ട് തരുമായിരിക്കും. ആര്? എല്ലാരും വെട്ടിട്ട് തരുമായിരിക്കും, ഉറപ്പാണ്. ഒരു ഫ്രണ്ട് നമ്മുടെ കോളേജിൽ തന്നെ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പം PG പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അവൾ മലയാളത്തിലാണ് എഴുതുന്നത്. നമുക്കത് എളുപ്പം. പക്ഷേ PGക്ക് മലയാളത്തിൽ എഴുതാൻ പാടായിരിക്കും. നമ്മുടെ കോളേജിലല്ല, മിക്ക കോളേജിൽ സമ്മതിക്കത്തില്ല. അപ്പം അത് പറയാൻ ഇവിടുത്തെ പറഞ്ഞേ. അപ്പം ഇവിടെ ക്യാമറ വന്നപ്പോൾ നമുക്ക് നാണോ ഷൈനിക്കുന്നതാണോ? അല്ലേ, കുറച്ച് ഇൻട്രോവേർട്ടാണ്. പക്ഷെ ഇങ്ങനെ ചില സമയത്തൊക്കെ വരും. ഇത് എപ്പോഴും വന്നാൽ കൊള്ളാം. സാധനങ്ങൾ വന്നു. ഇത്രേ ഉള്ളൂ. ഇതിനായിട്ട് തീർത്ത് തരും കേട്ടോ. അത് ചോദിച്ചാൽ തരുമെന്ന് തോന്നുന്നു. നീ രാവിലെ എല്ലാം കഴിച്ചായിരുന്നോ? എൻ്റെ സാറ് കളിയാക്കി എന്നെ. അപ്പം ആദ്യം പിന്നെ അങ്ങ് നാണം കെട്ട്. പിന്നെ ഞാൻ ഓരോ ഇടുമ്പം ആ വീഡിയോ കൊള്ളത്തില്ല, എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എല്ലാവരും. പിന്നെ ഞാൻ ഇമ്പ്രൂവ് ആയി വന്നു തുടങ്ങി. പിന്നെ ഞാൻ അഭിനയിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പോൾ പിന്നെ അവരിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അങ്ങനെ ചെയ്യണം. ആദ്യത്തെ എൻ്റെ വീഡിയോ നീ കാണുന്നത് ലവ് ചിഹ്നമൊക്കെ വരുന്ന എഫക്റ്റ് ഇങ്ങനെ പോകത്തില്ലേ? പണ്ടത്തെ അപ്പൂപ്പന്മാരിടത്തില്ലേ? ഇങ്ങനെ അങ്ങനത്തെ ചിലപ്പോൾ എഫക്റ്റിനായിരിക്കും പറഞ്ഞത്. മയണസ് എന്ന് പറയുന്നത് അതാണ് ഒരു ശാസ്ത്രീയ നാമം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ തോന്നിട്ട് തിന്നു തുടങ്ങിയത്. വെച്ച് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പം 2 പേരെ ഉണ്ടായതുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റും. 2 പേരുള്ള സ്ഥലത്ത്. അപ്പം എന്നെ എടുത്ത് അവളെ കിട്ടത്തില്ല, അവളെ എടുത്ത് എന്നെ കിട്ടത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം, രണ്ടെണ്ണം കാണിക്കാം. ഇല്ലേ?
ഇടയ്ക്കിടയ്ക്ക് എന്തേലൊക്കെ പറ. ബി.എഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. എന്താവുമെന്ന് അറിയത്തില്ല. എന്നാലും ചാടിയിട്ടുണ്ട്. കേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടീച്ചറാ ഭാവിയില് ആകുമോ? ആകും. എന്താ പഠിച്ചു? നമ്മൾ ആദ്യമേ തന്നെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ബിസി ആകുമ്പോഴാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഞങ്ങളവിടെ പോയി കുറെ 10 മിനിറ്റോളം ഞങ്ങൾ അവിടെ ഇരുന്നു. എല്ലാരും നമ്മളെ നോക്കി ചിരിച്ച്. എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അതെ, ആൾക്കാർ കൂടിക്കൂടി വരുന്നു. സീറ്റില്ല. ബാക്ക് ക്യാമറ എടുക്കാൻ പാടേ. നോക്കിട്ട് സെറ്റിങ്സ് മാറ്റിയിട്ട് നോക്കാം. എങ്ങനെ പെട്ടെന്ന് തിരിക്കാൻ പാടാട്ടോ ക്യാമറ. കുക്കുംബറൊക്കെ തീർന്നത്. നമ്മൾ ഓർഡർ ചെയ്തത് പെരി പെരി മന്തി. വോയിസ് കിട്ടുമോന്ന് അറിയത്തില്ല. വോയിസ് കിട്ടിയില്ലേ വോയിസ് ഓവർ ചെയ്യാം. എടുത്തു. താങ്ക് യു. പിന്നെ അന്ന് ഓർമ്മയുണ്ടോ? അന്ന് ഞങ്ങൾ ഡയറ്റിലായിരുന്നില്ലേ? ഇന്ന് ഞാൻ ഡയറ്റാ. പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മൾ മറക്കണം. മതി അത്രേ ഉള്ളൂ. പട്ടി എല്ലാരും നോക്കുന്നുണ്ട് നമ്മളെ വല്ലാണ്ട്. കുഴപ്പമില്ല, നാണം കിട്ടും. ഇനിയിപ്പോ എന്താ ചെയ്യാനാ? പിന്നെ റൈസ് കുറവാട്ടോ. ഉണ്ടായിരുന്നു. ഇത്രയും ഒരു മനുഷ്യന് പറ്റൂ. ഒരു മനുഷ്യല്ല, രണ്ട് മനുഷ്യർ. നോക്ക്. ആ, നമ്മൾ പെരി പെരി ഓർഡർ ചെയ്ത വെറൈറ്റിക്ക് അല്ലേ? എപ്പോഴും സാധാ കുഴിമന്തി ആയിരുന്നു. അതൊക്കെ ഒരു കാലം. അങ്ങനെ എത്തില്ല. കഴിക്കാം. കുറച്ച് സാധനം എടുത്തിട്ട് എന്തി കാണാൻ വയ്യേ. എന്തിട്ട് കാണിക്കുന്നു ചെയ്യാറിയത്തില്ല കേട്ടോ. അതിൻ്റെ കുഴപ്പമാണ്. നോർമലിനെ കാട്ടിത്താ കൊള്ളാം. നോർമല് ഒരുപാട് വയ്ക്കണം. ഇത് കൊള്ളാം. മസാല നമുക്കല്ലായാലും നമുക്ക് ഇന്ത്യൻസിന് മസാല ഇട്ടൊക്കെ കിട്ടും. ശരി, എന്തായാലും കുറച്ച് എടുത്തിട്ട് എവിടെ എന്നെ ആരും ഒന്നും പറയരുത്. ഞാൻ പൊട്ടി ബുദ്ധിയാ. എല്ലാരും നോക്കി ചിരിക്കുന്നു. മട്ടാന്ന് കഴിച്ചിട്ട് കാണാം. കഴിഞ്ഞു ഒരു യുദ്ധം. യുദ്ധം അവസാനിച്ചു. മതിയായി അല്ലേ? അയ്യ, മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവർക്ക് ബി.എഡിന് കൊടുത്തതിൻ്റെ എന്തോ ആപ്ലിക്കേഷൻ അത് ക്യാൻസൽ ചെയ്യാറുണ്ട്. അപ്പം അതിന് വേണ്ടി കോളേജിൽ വരും. പിന്നെ അവിടെ പാർക്കുണ്ട്. അപ്പോൾ അവിടെ മന്തി കഴിച്ച് മന്ദതയിലിരിക്കുന്നു. എന്തൊരു പാർക്കില് പേര് വന്ന് വി പാർക്ക് അങ്ങനെ ആങ്കിള് പറഞ്ഞ ഓട്ടോക്കാരൻ ആങ്കിള് പറഞ്ഞ വി പാർക്ക്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നുണ്ട്. കൂട്ടി നേരത്തെ വന്നത്. നല്ല കാറ്റ്, നല്ല രസമുണ്ട്. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. കൂടുതലും കപ്പിൾസാണ്. അതുകൊണ്ട് നമ്മൾ സിംഗിൾസ് ചെയ്യാൻ കൊള്ളാം. കാര്യമൊക്കെ പറഞ്ഞിരിക്കാം.
ഇവിടെ അല്ലേ മറ്റേ വ്ളോഗ് സ്റ്റാർ വിഷ്ണു ഒക്കെ വന്ന് ചാലഞ്ച് കൊടുക്കുന്നത്. നമ്മളൊരു പട്ടി പോലും കാണിച്ചില്ല. അന്ന് നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോയപ്പം അവർ വന്നായിരുന്നു, പക്ഷെ നമ്മുടെ അടുത്ത് വന്നില്ലല്ലേ. ഒരു അത്രയ്ക്ക് ഭാഗ്യമുള്ളതായോണ്ട് വരത്തില്ല അല്ലേ. എക്സാമിന്റെ റിസൾട്ട് ഇന്നൊക്കെ പറയുന്നു. എന്താ അതിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അത് ഓർക്കുമ്പോ തന്നെ നാക്കൊക്കെ കുഴയുന്നു എന്നാന്ന് പറയുന്നത്. അപ്പൊ ഇന്നാണെങ്കിൽ ഇപ്പൊ വൈകിട്ട് വരുവാണെങ്കിൽ നമ്മള് ഇത്ര നേരം ടെൻഷൻ അടിക്കണ്ട. ഇപ്പൊ വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇന്ന് പറയുമ്പോഴേ ഈ കുട്ടി അറിയുന്നത്. സത്യം, ഞാൻ വിചാരിച്ചു അടുത്ത വീക്കാണെന്നാ വരുന്നത്. അറിഞ്ഞില്ല. വരും ഞങ്ങള് ബാസ അല്ലേ. ഞങ്ങളുടെ തോറ്റ് എഴുതിയെടുക്കും, അത്രേ ഉള്ളൂ. എക്സാം ജേണിയെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. വളരെ നല്ല എക്സ്പീരിയൻസ്. കരച്ചിലും പിഴിച്ചിലും എല്ലാവർക്കും പ്രാന്ത. എനിക്ക് നര വരെ വന്നു. എന്നെ മുടിയൊക്കെ മുടി പൊഴിഞ്ഞു. സ്ട്രെസ് കാരണമായിരിക്കും മുടിയൊക്കെ പൊഴിഞ്ഞു പോയി. അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതിൽ ബാക്ക് ക്യാമറ പെട്ടെന്ന് തിരിക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് അറിയുന്നില്ല. വിവോ T3 5G ആരും കമന്റ് ഇടാൻ പോകുന്നില്ല, എനിക്കറിയാം. പക്ഷെ എന്നാൽ വിവോ T3 5G ആണ് എൻ്റെ ഫോൺ. പക്ഷെ ഇതിൽ മറ്റേ വ്ളോഗേഴ്സൊക്കെ വ്ളോഗ് എടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചാൽ ക്യാമറ തന്നെ ബാക്ക് ക്യാമറ ആവുമല്ലോ. പക്ഷെ എൻ്റെ ആവത്തില്ല. ഞാൻ ഓഫ് ചെയ്തിട്ട് കുത്തണം. എന്നാലേ ഇത് ഞാൻ കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ആരും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ യൂട്യൂബിൽ കയറി നോക്കണം. എന്നാലും നമ്മൾ പറയുമല്ലോ. മറ്റേ ആൾക്കാർക്ക് അങ്ങനല്ലേ പറയാറുണ്ട്. നമ്മൾ പറയാം എന്തെങ്കിലുമൊക്കെ പറയാ. എന്തൊരു ക്യാമറ ആണോ എനിക്കൊരു എനിക്ക് എന്താണെന്നറിയില്ല. എന്തൊരു വന്ന് അത് ഓഫ് ആവും തന്നെ. അത് ഈ ഫോണിന്റെ കുഴപ്പം. അതെന്താ എന്തത്? ഇവിടെ കുറെ പിള്ളേരൊക്കെ ഉണ്ട്, നമ്മളെ നോക്കുന്നുണ്ട്. നമ്മളൊന്നും മൈൻഡ് എന്റെ മുഖമൊക്കെ നമ്മള് ഇതെടുത്തവരല്ലേ, എന്ത് സെമിനാർ എടുത്തവരല്ലേ. മന്തി കഴിക്കാൻ എപ്പോഴും പറഞ്ഞു. സെമിനാർ എടുത്ത് തൊലി ഉരിഞ്ഞ് വരെ പോയി. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട്. പേടിച്ച് മരിക്കാൻ വരെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് വന്നാലും നമ്മൾ നേരിടും. അതാ എന്നെ ബോർഡിന്റെ ഫ്രണ്ടിൽ കൊണ്ട് എടുത്തിട്ട് എക്സാക്സ് വൈ ആക്സ് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എക്സാക്സ് ചെയ്താ ഇങ്ങനെ പക്ഷെ അറിയായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ നമ്മൾ കാരണം വല്ല ലവേഴ്സിനെയും പിടിക്കൂ വീട്ടുകാര്. അല്ല ഇവിടെ നിറയെ പിടിക്കട്ടെ, എല്ലാരെയും പിടിക്കട്ടെ. ആരും ഇങ്ങനെ നല്ലോണം പിടിക്കട്ടെ. ഞങ്ങൾ ഉത്തരവാദിത്തമല്ല, ആരും ഞങ്ങളെ അടിക്കരുത്. ആകെ നമ്മള് കുറച്ച് പേരെ ഉള്ളു ഇവിടെ. അവളൊക്കെ ഉണ്ട് അവിടെ ചെസ് കളിക്കുന്നത്. ഇതുള്ളത് എങ്ങനെ മാട് ചെസ് കളിക്കുന്നതിനൊക്കെ ഉണ്ട്, അറിയില്ല. വെട്ടം അപ്പം ഇനിയിപ്പോൾ B.Ed പോയി ടീച്ചറൊക്കെ ആവും അല്ലേ? ആവുമായിരിക്കാം. ഞാൻ എന്തിനു പോകുമെന്ന് എനിക്ക് ഇതുവരെ ഒരു എത്തും പിടിയില്ല. ഡേറ്റ അനാലിസിസ് പറഞ്ഞ് നിന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ സാറൊന്ന് ഉപദേശിച്ചപ്പോൾ എല്ലാവരും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ മനസ്സിലാക്കി. അത് എനിക്ക് തോന്നുന്ന ട്രെൻഡിന് വന്ന ഒരു കോഴ്സാണ്. സാർ അതാ പറയുന്നത്, റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കണം. അതാണ് ട്രെൻഡ് വന്ന കോഴ്സ് ആയതുകൊണ്ട് വേറെ കോഴ്സ് വരുമ്പം ട്രെൻഡ് വരുമ്പോൾ ആ കോഴ്സിന്റെ ഇതങ്ങ് പോകും. ഞങ്ങൾ മുമ്പേ എടുത്തതിനകത്തൊക്കെ നിങ്ങൾക്ക് വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ കേൾക്കായിരിക്കും, സൗണ്ട് കുറവല്ലേ, മൈക്കൊന്നും ഇല്ല. ഇതൊക്കെ മേടിക്കണമെങ്കിൽ വിഷയമാണ്. 300 രൂപ ഒരു മൈക്ക് നോക്കി. പക്ഷെ എൻ്റെ അനിയൻ പറഞ്ഞാൽ അതിന് എരപ്പായിരിക്കും. എരപ്പാണെങ്കിലും സൗണ്ട് വെക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് യൂട്യൂബർ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ. എനിക്കിത്ര നല്ല ക്യാമറ, ഇത്രയെങ്കിലും നല്ല ക്യാമറ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത എത്ര പേര് ചെയ്ത് എവിടൊക്കെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വല്ലയിടത്തൊക്കെ എത്തും. എത്താതെ അവിടെ പോകാൻ അവിടെ കുറച്ചിരി കാണണം. അതിലല്ലേ അഥവാ എങ്ങനെ കണ്ടാലേ പറയാൻ പറ്റില്ല. അഥവാ കണ്ടു നമ്മൾ പഠിച്ചിറങ്ങിയല്ലേ. അത് എന്റെ കുറെ പിള്ളേരെ ഇങ്ങനെ അവിടുത്തെ കൂടി കുറ്റം പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊന്നും വലിയ വിഷയമാണ്. ഒരു അവസാനം പ്രിൻസിപ്പളിന്റെ പേര് ഇങ്ങനെ പറയാൻ വന്നത് അടുത്ത് കയറി വയസ്സായ നമ്മൾ അങ്ങനെ പറഞ്ഞേ. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒന്ന് കണ്ട് അവർക്ക് എങ്ങനെങ്കിലും ഒക്കെ നമ്മുടെ സമയത്ത് നമ്മൾ സത്യസത്യത്തില് പറഞ്ഞു നല്ല ടീച്ചർമാരായിരുന്നു. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് ക്ഷമിക്കുക.
നിങ്ങളുടെ മക്കളെ പോലെ കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കും, നിങ്ങൾ ക്ഷമിക്കണം. അല്ലേ, നമ്മള് നല്ല പിള്ളേരായിരുന്നു എന്ന് അവർ തന്നെ പറയുമല്ലോ. നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമായിരുന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മള് കമ്പനിയാണോ അങ്ങനെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ പോയി. എന്ത് പറയാൻ പേര് പറഞ്ഞിട്ട് ഇനി വെറുതെ വിഷയമാവണ്ട, അവർക്ക് വിഷമമാവണ്ട. മന്തി വെച്ചോണ്ട് ഉറക്കം വരുന്നു. പായട്ടാൻ കിടക്കും. ഇത് എന്തിനാ വെച്ചേക്കുന്നത് അറിയില്ല. ലൈറ്റാണോ? അത് ബാറ്ററിയാണോ? എങ്ങനെ ഇരിക്കുന്നു? അരി തന്നെ ഒരു കൂട്ടരെടുത്ത വിഷയാവോ? എന്ത് എനിക്ക് കുറെ ചോദിക്കാനുണ്ട്. ഒരു കൂട്ടുകാരിക്കുന്നോണ്ടെല്ലാം പെരുപ്പില്ലാണ്ട് വരും. വ്ളോഗിൽ വരും കേട്ടോ. വാ ഫ്രണ്ടി വാ. സൂമ് കുറയുന്നില്ലല്ലേ കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങ് വാ. അന്ന് സ്നേഹയുടെ എൻഗേജ്മെന്റ് കണ്ടതിൽ കുറെ എണ്ണം വന്നില്ല, അതിലൊരാളായത്. ഇത് ഇപ്പൊന്ന് വെച്ചാൽ ലോകത്ത് ആർക്കും ഇല്ലാത്ത ഷോ ആയി കൊച്ചിന്. ആണ് നാട്ടുകാരെന്തിനാ പറയുന്നത്? ഇവിടെ ഞങ്ങൾ ഉമ്മാന്നിരുന്നു. നീ ഇവിടെ കിടന്ന കളിയല്ലേ പരിപാടി. പിന്നെ 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 ഇല്ല. പറഞ്ഞ ഞാൻ ഇവിടെ ഒരു ബസ്സിലൊരു ഇതും നടന്നായിരുന്നു. പറഞ്ഞായിരുന്നു ബസ് എടി. ഞാൻ നടന്നപ്പോ അങ്ങ് കേറാൻ പോയപ്പോഴത്തേക്ക് ബസ് മുമ്പ് എടുത്തപ്പോ ഞാൻ ചിരിച്ച്. ഞാൻ കാല് വെച്ചാൽ അപ്പം ഞാൻ ചിരിച്ച്. നമ്മളമ്മ അങ്ങനത്തെ സിറ്റുവേഷൻ ചിലപ്പോ ചിരിക്കല്ല, വിഷമിക്കുന്നില്ലേ. ഞാൻ ചിരിച്ച്. ഇത് ലോകത്തില്ലാത്ത ഷോ ആയി കൊച്ചിന് കേട്ടോ. സ്നേഹയുടെ എൻഗേജ്മെന്റ് അന്ന് സ്നേഹയുടെ എൻഗേജ്മെന്റ് വന്നപ്പോ 3 പേര് വന്നില്ലെന്ന് പറഞ്ഞു. അതിലൊരാളത് 3 A വെച്ചുള്ളവരാ വരാഞ്ഞത്. അതിൽ A ആയത് ആര്യ. ആയല്ല ആര്യ. പക്ഷെ ഭയങ്കര ഷോ ആയി കൊച്ചിന്. എന്ത് കൂട്ടുകാരങ്ങ് പോയോ? ആണോ? അല്ല വേറെ കൂട്ടുകാരെ കിട്ടിയപ്പോ നമ്മളെയൊക്കെ ഭയങ്കര. എന്നിട്ട് പറയുന്നില്ല. വീഡിയോ ഓഫ് ചെയ്തിട്ട് എനിക്ക് കുറെ ചോദിക്കാനുണ്ട്. കാണാതിരുന്നേ നിന്നെ. അപ്പൊ ഇതാണ് എന്റെ കൂട്ടുകാരി. ഇതിങ്ങനെ സൗണ്ട് ഇതിന്റെ ഞാൻ സേവ് ചെയ്തേക്കുന്നത് അങ്ങനെ. ആര്യ കിളി. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് വരാൻ പോലും അവർക്ക് സമയമില്ലായിരുന്നു. അപ്പൊ എന്തോ എന്തുവാ അമ്മൂന്റെ കല്യാണത്തിന് തലേന്ന് വന്നില്ല. ടൂർ അപ്രതീക്ഷിതമായിട്ട് കണ്ട ഇവള് വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഇത് കാണാതിരുന്നേ. ഇത് കുറെ പറഞ്ഞു. വിശേഷമല്ല കുറെ പറഞ്ഞേ. വലിയ ആളായി പോയി. ഇന്നസെൻസ് ഒക്കെ പോയി. ഇന്നസെന്റ് ആയിരുന്നു. ഭയങ്കര പാവം. അയ്യോ ഒന്നും വിഷമിപ്പിക്കാനേ തോന്നത്തില്ലായിരുന്നു. ഇപ്പൊ സാധനം അല്ല അല്ല അല്ല. തുപ്പ് തുപ്പടി തുപ്പിക്കോ. ട്രെയിൻ പോകുന്നു ഗൈസ്. ഞങ്ങളോ പഠിക്കാൻ. ഇവിടെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? 600 ഹായ് ഗൈസ്. അപ്പം നമ്മളെ റിസൾട്ട് വന്നു. ഇപ്പോൾ ഒരു മേളം നടന്നതേ ഉള്ളൂ. ആരും കണ്ടില്ല. ഇവിടെ ഇരുന്ന പിള്ളേരൊക്കെ ചിരിച്ച് ഏതാ ഈ കൊരങ്ങികളാണെന്ന് തുള്ളുന്നേന്ന് നോക്കി ചേച്ചി. നമ്മൾ പാസ്സായി. എന്തോ പറയാനുള്ള പതുക്കെ പതുക്കെ അടി മേടിച്ച്. ഇത് നമ്മളോടുള്ളതല്ല കേട്ടോ. ഇത് നമ്മളോടുള്ള ഇതെന്റെ അപ്പൊ നമ്മൾ കോളേജിലേക്ക് പോയി കറങ്ങി നടന്നു. പിന്നെ റിസൾട്ടൊക്കെ അറിഞ്ഞു. മികച്ചത് ഒട്ടും പ്രതീക്ഷിച്ചില്ല പാസ്സാവും.
എൻ്റെ ഫ്രണ്ടും പ്രതീക്ഷിച്ചില്ല, അവൾ ടെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല പാസ്സാവുന്നതും. അത്രയ്ക്ക് പാടായിരുന്നു. കാര്യം ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊന്നും പിള്ളേർക്ക് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് തോന്നി. എഴുതി കഴിഞ്ഞിട്ട് ഒന്ന് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഇങ്ങനെ അതാ ഞാൻ പിന്നെ ഒരു മാസം വീഡിയോ ഇടാഞ്ഞ് ദയനീയ അവസ്ഥയായിരുന്നു. ഇപ്പോൾ വാരിട്ട് വെച്ചേക്കും നോക്കി. എന്നിട്ടിപ്പം കുറച്ച് പൊങ്ങി വന്നു വാല്. സാധാരണ അങ്ങനെ വീഴുന്നില്ല, പക്ഷെ ഒരേ ഇടക്ക് വന്നു. പക്ഷെ ഒരു പ്രത്യേകത അങ്ങനെ കോളേജിലൊക്കെ പോയിട്ട് വന്നു. കുറച്ച് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ചുമ്മാ അവിടെ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തു. പിന്നെ അവിടെ കൊടുത്തിട്ടൊക്കെ വന്നു, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പം അവിടെ ചുമ്മാ ഓരോന്നൊക്കെ ഡ്രസ്സ് ട്രൈ ചെയ്തിട്ട് ക്യാഷില്ലായിരുന്നു മേടിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു. പിന്നെ അവിടെ ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തപ്പം എൻ്റെ കൂടെ ഒന്ന് തെണ്ടി അവൾക്ക് ഭയങ്കര ബട്ട്. അതുകൊണ്ട് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് എടുത്ത് നോക്കിയപ്പം എനിക്കത് അവളെ മേടിച്ചത്. അവിടെ വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. കാരണം ഓൾറെഡി എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്നായിരുന്നു. ഞാൻ മേടിക്കാൻ ഓർഡർ ചെയ്തിട്ട് 2 വട്ടം ഓർഡർ ചെയ്തിട്ട് ക്യാൻസലായി പോയതിനു ശേഷം ഞാൻ മേടിച്ചു. എൻ്റെ കസിനൊന്നും ബാലൻസ് ഒരു കുറച്ചുള്ളത് തീർന്ന ലിപ് ബാം, കുറച്ച് ടിൻ്റ് ആയിരുന്നു, റോസ് ടിൻ്റ് ആയിരുന്നു. അപ്പം ചുമ്മാ ഇടാന്ന് വെച്ചാൽ അത് ഇട്ടുകൊണ്ടാണ് നടക്കുക. അപ്പം അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടപ്പോൾ ഇത് കൊള്ളായിരുന്നു. അപ്പം ആ തെണ്ടി വാങ്ങിച്ചെന്ന് എനിക്കിത് എന്താ ചെയ്യാൻ. എല്ലാവർക്കും നമ്മളോട് ഭയങ്കര സ്നേഹം എന്ന് ഞാൻ പറയത്തില്ല, എല്ലാവർക്കും സ്നേഹമുള്ളവരുണ്ട്. പക്ഷെ കുറേ നല്ല അനുഭവങ്ങൾ കിട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ചെങ്കിലും ആൾക്കാരെ ഞാൻ സമ്പാദിച്ചതെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം കൊണ്ടാണോ എനിക്ക് കിട്ടാനെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കുറച്ചെങ്കിലും ആൾക്കാരെ ഞാൻ ഇങ്ങനെ സ്നേഹമുള്ള, നമുക്ക് വേണ്ടി എന്തെങ്കിലും എഫേർട്ട് ഇടുന്ന കുറച്ച് ആൾക്കാരെ, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെ, പിന്നെ കുറേ എൻ്റെ ഒരു 18 വയസ്സ് തൊട്ട് ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുള്ളൂ. എൻ്റെ കൂട്ടുകാരെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നല്ല കൂട്ടുകാരെ, കുറച്ച് ഇതാണ് കൂട്ടുകാരെന്ന് തോന്നിയിട്ടുള്ളത് അവരെയൊക്കെ തന്നെ. അതിലൊരാളാണ് ഇവൾ ടെസ്സി. അപ്പം ഇന്ന് വേറൊരുത്തിയും കൂടെ കണ്ടായിരുന്നു. അതിനൊരു ഡിഗ്രി പഠിച്ച ആര്യ എന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായി കണ്ടു, ഞാൻ പ്രതീക്ഷിതയില്ല അവളെ അവിടെ കാണുമെന്ന്. അപ്പം അവളെ കണ്ട് ഭയങ്കര സന്തോഷം. പക്ഷേ ഇങ്ങനെ എല്ലാം ഭയങ്കര മിസ് ചെയ്യുന്നു. റിസൾട്ട് വന്നതിന് ഭയങ്കര സന്തോഷം, പാസ്സായെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവിടെ കിടന്ന് കാണിച്ചത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഒരു മന്ദതയായിരുന്നു തലയ്ക്കകത്ത്. ഒന്നാമത് മന്തി കഴിച്ചാൽ മന്ദത, പിന്നെ തലയ്ക്കകത്തൊരു ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ബ്ലാങ്ക് ആവുമല്ലോ, ഒന്നും ചിന്തിക്കാതെ. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു അതങ്ങനെ. അതിന് കുറേ ദുഃഖങ്ങളുണ്ടെങ്കിലും കുറച്ചൊക്കെ സന്തോഷങ്ങളുള്ളതാണ്. അതേ നമ്മളെ കൈവിട്ടില്ലെന്നുള്ളതിലുള്ള സത്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത് എന്തോ പഠിക്കും, പെട്ടെന്ന് എന്ത് ജോലി വേണം, അതിനനുസരിച്ച് പഠിക്കണമെന്നാണ് എൻ്റെ ചിന്ത. പക്ഷേ എന്തോ എടുക്കുമെന്നുള്ള പേടിയാണ്. അപ്പോൾ എന്നോട് വന്നിട്ട് ടെസ്സി അവൾ BEd എടുക്കുകയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് അവിടെ തന്നെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് BEd എടുത്ത് പഠിപ്പിക്കാൻ അറിയത്തില്ല, അത് വിഷയം. അപ്പോൾ എൻ്റെ മനസ്സ് അങ്ങോട്ട് ചാഞ്ചാടുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. ചാഞ്ചാടുന്നുണ്ട്. അത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, അതിൻ്റെ വിഷയം. ആ കോളേജിൽ തന്നെ കിട്ടുമെന്നുണ്ടോ ഉറപ്പ്? അതാ വേറെ കോളേജിലായ എനിക്ക് വയ്യ. അതുകൊണ്ട് പിന്നെ വരച്ച് അല്ലാതായ അവളെ കാണുകയെങ്കിലും ചെയ്യാം. വേറെ കോളേജിൽ പോയാൽ ഞാൻ പെടും. അപ്പം ഈ ലിപ്സ്റ്റിക്ക് അവൾ എനിക്ക് മേടിച്ചത് എന്ത് ഷെയ്ഡ്, സ്റ്റുഡിയോയിലാട്ടോ. എന്ത് ഷെയ്ഡ് ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. എനിക്കെന്നെ കാണുന്നില്ല. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി ആരൊക്കെ കാണിക്കാറുണ്ടല്ലോ, പറഞ്ഞുതരാം. മോച്ച പോപ്പ് BR02 ആണ് മാറ്റ് ലിപ്സ്റ്റിക്. നിങ്ങൾ പൊട്ടിച്ചിട്ട് വെക്കാൻ ഞാൻ വിചാരിക്കും. കാര്യം അപ്പം ഇട്ടപ്പോൾ കൊള്ളായിരുന്നു. എനിക്ക് വീഡിയോയിൽ തന്നെ പൊട്ടിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഞങ്ങൾ അവിടെ വെച്ച് അവിടുന്ന് മേടിച്ചില്ല, ട്രയലിന് വെച്ചിട്ട് ക്യൂടെക്സ് അടിച്ചുകൊണ്ട് വന്നില്ല, കൈ അടിച്ചുകൊണ്ട് നല്ല ക്യൂടെക്സ് അല്ലേ. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൈക്ക് ചേരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ വിരലിൽ നഖം ഒടിഞ്ഞു പോയി, ഇങ്ങനെ അരിഞ്ഞപ്പോൾ ചെത്തിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂടെക്സ് എലൈറ്റ് മേടിക്കണം. ആ ഷെയ്ഡ് കൊള്ളാം. 70 രൂപ ഒരു ക്യൂടെക്സിന്. 70 രൂപ എന്ന് വെച്ചാൽ എൻ്റെ അമ്മ എന്ന് പറയത്തില്ല, ഇപ്പം എന്ന് പറയും. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പോയി. ഫാനിൻ്റെ കാറ്റ് കാരണം കുറേ വിഷയങ്ങൾ
എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഞാൻ വീണ്ടും സ്മരിക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചെവിക്കിപ്പോൾ ചെറിയ കുഴപ്പമുണ്ട്. ഒരു വിഷയമാണ് ഇത്. തന്നെ ബാർകോഡൊക്കെ ചിങ്കി 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 ഒരു കളറായിട്ടൊന്ന് ചെയ്യുമെന്ന് തോന്നുന്നു. ക്രീമിൻ്റെ മണം. മ്യൂസിക്കിൽ അറിയത്തില്ല കേട്ടോ, അപ്പം ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ ഇങ്ങനത്തെ കളർ ആദ്യമായിട്ട് ഇടുന്നത്. എന്നിട്ടിനോട് മിക്സ് ചെയ്തിട്ട് നല്ലതായിരിക്കും പ്രതീക്ഷിക്കുന്നു. മിക്സ് ചെയ്തിടാൻ ലിപ്സ്റ്റിക് ഇല്ല. മിക്സ് ചെയ്തിടാൻ ലിപ്സ്റ്റിക് അറിയില്ല. പക്ഷെ കൊള്ളാം, നല്ല ശരി. 100 രൂപേൻ്റെ വില. തെണ്ടിക്ക് വയ്യാത്തതുകൊണ്ടാണ് അത് ചെയ്യണം. ഇത്തിരി പ്രാന്തുള്ള വെച്ചാൽ കോള് ഈ ഒരു കോള് ഒന്ന് പോയതാട്ടോ. അപ്പം ഞാൻ ഇവിടെ വീട്ടിലകത്തൊരു ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ഈ ലൈറ്റ് മാത്രം എടുക്കുന്നത്. പക്ഷെ ആ ലൈറ്റ് ഇട്ടപ്പം ഈ ലൈറ്റും ഇട്ടപ്പം മനസ്സിലായല്ലോ ഷെയ്ഡ് കൊള്ളാം. ഈ ആ ലൈറ്റ് ഓഫ് ചെയ്ത ഷെയ്ഡ് മാറുമെന്ന് നമുക്ക് നോക്കാം. കണ്ട കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. ലവ് യു ടു സേ. ആരൊന്നും ഞങ്ങൾക്ക് കമൻ്റൊന്നും ഇടരുത്. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല മണമുള്ള ലിപ്സ്റ്റിക് കേട്ടോ. ചുടിയോന്ന് എഴുതിയേക്കുന്നു, ചുടിയോന്ന്. I like it. അപ്പം അങ്ങനെ റിസൾട്ടൊക്കെ വന്നു. സന്തോഷം മാത്രം. അതിനുശേഷം വീഡിയോ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പ്രോപ്പറായിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ വീട്ടിനകത്തുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഇന്ന് ഞാൻ പുറത്തു വേണ്ടി വീഡിയോ എടുത്തത് തന്നെ. ഇന്ന് ഇടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് റിസൾട്ട് വരുമെന്ന് ഇങ്ങനെ ഒരു കിംവദന്തി ചെയ്യേണ്ടതേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് വന്നു. ഞങ്ങൾ പുറത്തായതുകൊണ്ട് തന്നെ അവിടെ സന്ദർശിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വന്നു റിസൾട്ട്. അങ്ങനെ സന്തോഷം മാത്രം. ഇപ്പോൾ ഗ്രാജുവേഷൻ കിട്ടത്തില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ അഭിമാന പുരസ്കാരം ജയിച്ചിരിക്കുന്നു. അങ്ങനെ PG പാസ്സായിരിക്കും. പക്ഷേ ജോലി കിട്ടിയില്ലല്ലോ എന്നുള്ളതൊരു വിഷമമാണ്. പക്ഷെ നമ്മൾ മേടിക്കും, തളരും. ജയിച്ചെറാൻ ക്യൂടെക്സ് കൊള്ളാം, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കും. ജയിച്ചെറാൻ ജയിക്സ് ഇത് ഈ ക്യൂടെക്സ് ഒന്നും മേടിക്കും. നല്ല കളർ ഇഷ്ടപ്പെട്ടു. ഇത്തിരി പോയി കിടക്കുക. റിസൾട്ടോട് അറിഞ്ഞതിൻ്റെ ഇളക്കുക. എനിക്ക് ഇന്ന് ക്യാമറ കാണുമ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ കഥകളി പോലെ ബൊമ്പ് നോക്കാം. ഞാൻ ഡയറ്റൊക്കെ ആലോചിച്ചിങ്ങനെ ചെയ്തു. ഒരു 4 kg കുറഞ്ഞു. പക്ഷേ എൻ്റെ വെയിറ്റ് ഒറിജിനലും കുറഞ്ഞ വെയിറ്റ് ഞാൻ പറയുന്നില്ല. നമ്മൾ എൻ്റെ കളയാൻ അല്ല, എന്തിനാ വെറുതെ കേൾക്കുന്നവർക്കൊക്കെ ഒരു പുച്ഛമായി. കണ്ടിന്യൂ ഇന്ന് മന്തി കഴിച്ചത് കൊണ്ട് വലിയതായിട്ട് കഴിച്ചില്ല. റൈസ് ചെയ്യാൻ അധികം എടുത്തില്ല. ചിക്കൻ കഴിക്കുന്നത് ഡയറ്റിൽ ചിക്കൻ കഴിക്കാമെന്നാണ് പറയാറ്. ഞങ്ങളിവിടെ ചിക്കൻ പൊതുവെ മേടിക്കുന്നത് കുറവാണ്. ഒരു ദിവസം കഴിച്ചത് പറഞ്ഞ് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഇംഗ്ലീഷൊക്കെ പറയാറായി. PG പാസ്സായതിൻ്റെ അഹങ്കാരം. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എവിടെ ഇനി ഇങ്ങനെ കാണിക്കുന്നില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നോക്കി കൂട്ടിച്ചു.